നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്ന് പ്രക്ഷുബ്ധമാകും. ഇന്നും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ ഗോദ്രയിലെ സ്വകാര്യ സ്കൂൾ ഉടമയെ CBI അറസ്റ്റ് ചെയ്തു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നു. പറയൂ രാധാകൃഷ്ണൻ, ഡീറ്റെയിൽസ്. ജൽറാം സ്കൂൾ ഉടമ ദീക്ഷിത് പട്ടേലിനെയാണ് CBI അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന ഏതാണ്ട് ആറാമത്തെ ആളാണ് ഇയാള് ഈ പരീക്ഷ ക്രമക്കേടുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ വരെ ഇയാൾ ഓരോ വിദ്യാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന തെളിവാണ് CBIക്ക് ലഭിച്ചിരിക്കുന്നത്. ഇയാൾ മാത്രമല്ല, ഇയാൾ ബന്ധപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെയും CBI ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഈ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ CBI സംഘങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെ റെയ്ഡുകൾ സംഘടിപ്പിക്കുകയാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഈ കണ്ണിയുടെ ഭാഗമായിട്ടുള്ള കൂടുതൽ പേരെ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് CBI കരുതുകയും ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് പാർലമെന്റിൽ ഇന്നും ഈ വിഷയം പ്രക്ഷുബ്ധമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് പ്രതിപക്ഷം നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളെയും തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചത് അതിന്റെ പ്രതിഷേധം എത്തിയിരുന്നു. ഇപ്പോൾ സർക്കാർ പറയുന്നത് ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയില്ല. അവർ ഉന്നയിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇതടക്കമെല്ലാം ഉന്നയിക്കാൻ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയുടെ ഭാഗമായിട്ട് പറ്റുന്നതാണ്. പക്ഷേ പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ ഒറ്റ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ രാഷ്ട്രപതി സംസാരിച്ചു കഴിഞ്ഞാൽ നന്ദി പ്രമേയം കഴിഞ്ഞിട്ട് മറ്റേതെങ്കിലും അജണ്ടകളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടി മാറ്റിമറിക്കുക, അതായത് വ്യവസ്ഥകളെ കൂടി മാറ്റിമറിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. പ്രതിപക്ഷം പക്ഷേ ചൂണ്ടിക്കാട്ടുന്നത് നീറ്റ് രാജ്യത്തെ അല്ലെങ്കിൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ നടത്തിവരുന്ന പ്രക്ഷോഭത്തെ, പ്രതിഷേധത്തെ കാണാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളെക്കാളും ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് ഈ വിഷയം തന്നെയാണ്. അതുകൊണ്ട് ഈ സഭയുടെ മറ്റ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ഈ വിഷയം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഓരോ ഘടകകക്ഷികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിന് അവതരണാനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ന് വീണ്ടും സഭ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അവസ്ഥ എത്തും. എന്നാൽ ഒരു വിഭാഗം, കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആശയം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകണം. അത് അവതരണാനുമതി നിഷേധിച്ചാൽ സഭ ബഹിഷ്കരിക്കുന്ന നടപടികളിലേക്ക് പോകാതെ ചർച്ചകളിൽ പങ്കെടുത്ത് ഈ വിഷയം ശക്തമായിട്ട് ഉന്നയിക്കണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഏതായാലും 10 മണിക്ക് ചേരുന്ന കക്ഷി നേതാക്കളുടെ യോഗമായിരിക്കും, ഇന്ത്യ മുന്നണി കക്ഷി നേതാക്കളുടെ യോഗമായിരിക്കും കൈക്കൊള്ളുന്നത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.